നബിദിനം സ്കൂളുകളിൽ ആചരിക്കുന്ന രീതിയുണ്ടെങ്കിൽ അതും അനുവദിക്കണമെന്ന് ജോർജ് കുര്യൻ. പാലക്കാട് ക്രിസ്മസ് കരോളുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സർക്കാർ സ്വീകരിച്ച നടപടിയെ സ്വാഗതം ചെയ്യുന്നു. നബിദിനം സ്കൂളുകളിൽ ആചരിക്കുന്ന രീതിയുണ്ടെങ്കിൽ അതും അനുവദിക്കണം. അക്രമ സംഭവത്തിൽ സർക്കാർ ശക്തമായി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ കരോൾ നടത്തുന്നത് സ്വാഗതാർഹമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കരോളുമായി ബന്ധപ്പെട്ട സംഭവം ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. പാലക്കാട് ക്രിസ്മസ് കരോൾ സംഭവത്തിൽ ന്യൂനപക്ഷ സഹമന്ത്രി എന്ന നിലയിൽ താൻ നിലപാട് വ്യക്തമാക്കി. 2019 യൂത്ത് കോൺഗ്രസ് ഇടുക്കി ബിഷപ്പ് ഹൌസ് ആക്രമിച്ചു. അതിന് പരിഹാരമായി അവർ കരോൾ നടത്തട്ടെ. എല്ലാ മതങ്ങളുടെയും ആഘോഷം സ്കൂളുകളിൽ നടത്തുന്നതിനോട് അനുകൂലമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിൽ ചോദിച്ചതിൽ കൂടുതൽ കൊടുത്തു. പോസ്റ്റ് ഡിസാസ്റ്റർ റിപ്പോർട്ട് കൊടുത്തത് വൈകി. നിലവിൽ ആവശ്യപ്പെടുന്നത് 2000 കോടിയോളമാണ്. തുക എയർഫോഴ്സിന് നൽകേണ്ടതാണ്. പണം നൽകാത്ത നടപടി സേനയെ അപമാനിക്കാനാണ്. മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിച്ചാണ് പ്രധാനമന്ത്രി സഹായം വാഗ്ദാനം ചെയ്തത്. താൻ ദുരന്തഭൂമിയിലെത്തുമ്പോൾ മറ്റൊരു നേതാവും അവിടെ ഇല്ല. കൊന്നാലും വയനാട്ടിൽ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ MP 5 മിനിറ്റാണ് അവിടെ ചിലവഴിച്ചത്. കേരളത്തിന് പൈസ വരും. രാഷ്ട്രീയ മുതലെടുപ്പ് നിർത്തണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും എന്ന് വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളല്ല കേരളത്തിലുള്ളത്. ജനക്ഷേമത്തിനായി ജനപ്രതിനിധികൾ പ്രവർത്തിക്കണം. വയനാട്ടിൽ മനുഷ്യർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ സമർപ്പിച്ച നിവേദന പ്രകാരമുള്ള തുക ഉടൻ അനുവദിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ 100 കണക്കിന് കോടി രൂപ വയനാട് ദുരിതാശ്വാസം എന്ന പേരിൽ മാറ്റിവെച്ചിട്ടുണ്ടോ? അതിന് മറുപടി നൽകിയാൽ കേന്ദ്രം എന്ത് നൽകിയെന്ന് പറയാം. വയനാട്ടിൽ നേരിട്ട് പോയി അവരുടെ വികാരം അറിഞ്ഞയാളാണ് താൻ. 4 ദിവസം കൊണ്ട് ബേലിപ്പാലം പണിത സൈന്യത്തെ ചീത്ത പറയുന്നുവെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി.